ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ടർ ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. ലാസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ നമ്മളെ സോളാർ വീഡിയോ ആണ്. അപ്പോൾ ഓരോ ഇൻ്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സോളാറിൻ്റെ വർക്കുകൾ പെൻഡിങ് വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് ഒരു ടൈം വീഡിയോ ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു ലോക്കൽ ട്രിപ്പ്, ഒരു ടൂർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ ഒരു ഊട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം അധികം പറഞ്ഞ് നീട്ടുന്നില്ല, കക്കയത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 1 മണിയായി. ഒരു 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രാവലർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളെ കുടുംബങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ട്രാവലർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 സീറ്റ് ട്രാവലറിലാണ് നമ്മൾ പോകുന്നത്. ഇനി പോകുന്നത് എങ്ങനെ, കക്കയത്തേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇത്ര ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒക്കെ കറങ്ങാൻ പറ്റിയ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിനൊന്നും കാര്യമായിട്ടുള്ള ഒരു പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആ സ്ഥലങ്ങളൊന്നും ആൾ അറിയപ്പെടാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ കക്കയത്തിനെ പറ്റി കൂടുതൽ പറയാം. അപ്പോൾ എൻ്റെ വണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി വരട്ടെ, നമുക്ക് യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ ട്രാവലർ വരുന്നുണ്ട് കേട്ടോ. ട്രാവലറിൽ അവിടുന്ന് കുറേ ആളൊക്കെ കയറ്റിയിട്ടാണ് വരുന്നത്. ഒരു ട്രാവലറിൽ നമ്മൾ ഫുൾ ആളാണ് ഇന്ന് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2:30 ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 5 ആവും. ഇന്നിപ്പോൾ നമ്മൾ ഡാമിലേക്കൊന്നും കയറില്ല. എൻ്റെ താഴെ കരിയാത്തമ്പാറ എന്നുള്ളൊരു സ്ഥലത്ത് ഒരു ഹോട്ടലിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യാം. നമ്മളത് വണ്ടി ഇതാ ദൂരെ നിന്ന് വരുന്നത് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഇത് അവിടെ എത്തിപ്പോയിട്ടോ. നമ്മൾ ചെറിയൊരു വണ്ടിയിൽ ചേഞ്ച് വരുത്തി. 20 സീറ്റുള്ളത് നമ്മളത് 24 സീറ്റായിട്ട് ഒന്ന് വലിപ്പം കൂട്ടി. കാരണം കുറച്ച് ആളുകളൊക്കെ നമ്മൾ അധികമുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഏകദേശം നമ്മളെ ലാസ്റ്റ് കയറാനുള്ളൂ. അപ്പോൾ നമ്മളെ സാധനങ്ങളാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിലുള്ള നമ്മളുടെ കുടുംബങ്ങളൊക്കെ തന്നെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് യാത്രയായിട്ടോ. നമ്മളെ ആ പോക്കറ്റ് റോഡിൽ നിന്ന് നമുക്കിനി മെയിൻ റോഡിലേക്ക് കയറാനുണ്ട്. കക്കയത്തെ പോകുന്ന കോഴിക്കോട് നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നവർക്കുള്ള കക്കയത്തേക്കുള്ള കറക്റ്റ് വഴി ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് പോകാം, നമുക്ക് ഏതൊക്കെ വഴി അവിടെ എത്താമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. വണ്ടി ഓടലും പാട്ടും മേളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പാട്ടുകളൊന്നും എനിക്കിതിൽ കേൾപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ്, എൻ്റെ മിക്കവാറും വീഡിയോകളിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാ മ്യൂസിക്കും കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ശരിക്കും ആ മ്യൂസിക് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വൈബാവുള്ളൂ. ശരിക്കും ഞങ്ങൾക്കൊരു 3-4 കാർ എടുത്ത് പോന്നാൽ മതി. പക്ഷേ ഈ ഒരു വൈബ് അങ്ങനെ കാറിൽ സെപ്പറേറ്റ് പോന്നാൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളത് ട്രാവലറിലേക്ക് മാറി. അത് ഇവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഗ്രൂപ്പ് ടൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒന്നിച്ച് കൂടുമ്പോഴുള്ള ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, അടിച്ചുപൊളി, അത് തന്നെയാണ് ടൂറിൽ. അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പോയ ഒരു സ്ഥലം കണ്ടാൽ അവിടെ അത്ര പ്രത്യേകിച്ച് കാണാൻ എന്തുണ്ടോയെന്നൊന്നും അറിയില്ല. ഈ യാത്രകളാണ് നമ്മളെ അവിസ്മരണീയമാക്കുന്നത്. ശരിക്കും കോഴിക്കോട് നിന്നും കക്കയത്തേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ കാണുന്നൊരു വലിയ ടൗണാണ് ബാലുശ്ശേരി ടൗൺ. അപ്പോൾ ഈ ബാലുശ്ശേരി ടൗണിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ശരിക്കും കോഴിക്കോട് നിന്ന് ഒരു 25 കിലോമീറ്റർ ബാലുശ്ശേരിക്ക്. അതേമാതിരി തന്നെ ബാലുശ്ശേരിയിൽ നിന്ന് കക്കയത്തേക്കും ഒരു 25 കിലോമീറ്റർ. കക്കയം ടൗണിലേക്കാണ്, ഡാമിലേക്ക് ഇനിയും കൂടും. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ശരിക്കും ബാലുശ്ശേരി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോഡിനാണ് നമുക്ക് പോകേണ്ടത് ശരിക്കും. പക്ഷേ നമ്മൾ പോകുന്നത് നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ പോയാൽ നമ്മൾ പോകേണ്ടത് തലയാട് വഴി കക്കയാണ്. അപ്പോൾ തലയാട് കക്കയം ആ മലയോര റോഡ്, മലയോര ഹൈവേ വരേണ്ട ഭാഗം എന്തോ ആണ്. അതുകൊണ്ട് അത് കുറേ കൊത്തി പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾ പോകാൻ കുറേ ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കൂരാച്ചുണ്ട് വഴിയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇനി വരുന്നവരും അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞത്. കക്കയം അല്ലെ കൂരാച്ചുണ്ട്, കല്ലാനോട് ഇങ്ങനെയുള്ള മലയോര മേഖലയ്ക്ക് ഉള്ള ഒരു അങ്ങാടിയാണ് ശരിക്കും ബാലുശ്ശേരി. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. ബാലുശ്ശേരിയൊക്കെ പുറമെ അവരുടെ നാടുകളിൽ തന്നെ പല വികസനങ്ങൾ വന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥിതി വന്നു. എന്നാലും കോഴിക്കോട് കഴിഞ്ഞാൽ അവർക്കൊക്കെ ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാലുശ്ശേരി അങ്ങാടി. ബാലുശ്ശേരി ഒരു ഒരു കൺജസ്റ്റഡ് സ്ഥലമാണ് കേട്ടോ. ബാലുശ്ശേരിയിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഉള്ള സമയത്തൊന്നും ഇത്ര വിശദമായുള്ളൊരു ബസ് സ്റ്റാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാലുശ്ശേരി അങ്ങാടിയൊക്കെ പിന്നിട്ട് നമ്മൾ തീർത്തും ഒരു ഗ്രാമീണ റോഡിലേക്ക് കയറി. ഇതാണ് കൂരാച്ചുണ്ടിലേക്കുള്ള റോഡ്. അങ്ങനെ നമ്മളുടെ ആട്ടും പാട്ടൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സൗണ്ട് അല്ലെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ആ പാട്ടുകൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ശരിയായ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. തീരെ കളിക്കുക. ഇത് ഒരു പുതിയ കല്യാണക്കാരാണ് കേട്ടോ. ഇത് അവരുടെ കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പാണിത്. ഇത് നമ്മളെ കൂടെയുള്ള എന്താ പറയുക, കണ്ണട വെക്കാത്ത ആൾ ഒരു പുതിയ കല്യാണത്തിൻ്റെ ആളാണ്. അങ്ങനെ 2 ടീമുണ്ട് ഇതിൻ്റെ അകത്ത്.
അപ്പോൾ അവരുടെ ഒരു ആഘോഷം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ്. ഏകനായിട്ട് ഇതൊരാളിരിക്കുന്നു. പുള്ളി ഡാൻസിലൊന്നും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സൈഡ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഒരു കല്യാണക്കാരൻ, ഒരു വരനാണിത്. പിന്നെ നമ്മളെ കൂടെ നമ്മളെ നയിക്കുന്ന നമ്മളെ കാരണവന്മാരാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയാണ്. മക്കളൊക്കെ അത് അടിച്ച് പൊളിച്ച് വളരെ ഹാപ്പിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ ഈ ശരിക്കും നല്ല രണ്ട് ഭാഗത്തായിട്ട് പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു വയനാടൊക്കെ പോകുന്നൊരു ലുക്കില്ലേ, ഇതാണ് കൂരാച്ചുണ്ടിലേക്കുള്ള റോഡ്. നമ്മൾ കൂട്ടാലിയുടെ എത്തിയില്ല. കൂട്ടാലിയുടെ അടുത്ത ടൗൺ കൂട്ടാലിയുടെയാണ്. അപ്പോൾ കൊയിലാണ്ടി, ബാലുശ്ശേരി അല്ലെങ്കിൽ താമരശ്ശേരി ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ബാലുശ്ശേരി എത്തിക്കഴിഞ്ഞാൽ ബാലുശ്ശേരിയിൽ നിന്ന് കക്കയത്തേക്ക് ടാക്സിയോ അല്ലെങ്കിൽ ജീപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക് കൺവെൻസ് അതൊക്കെ ബാലുശ്ശേരിക്ക് എത്തിയാൽ മതി എല്ലാവരും. ബാലുശ്ശേരിയാണ് അതിൻ്റെ അടുത്തുള്ള വലിയ ടൗൺ. അപ്പോൾ നമ്മളെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൂട്ടാലിയുടെയാണ് കേട്ടോ. ഇത് ചെറിയ ഇപ്പോഴൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി. ഞാനിവിടെ കക്കയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇതിലെ പാസ് ചെയ്ത് പോകേണ്ട സമയം ഉണ്ടാവാറുണ്ട്. അന്നൊക്കെ ഒരു ചെറിയ അങ്ങാടിയാണ്. ഒരു 10 കൊല്ലം കൊണ്ട് നല്ല മാറ്റമാണ് ഈ അങ്ങാടികൾക്കൊക്കെ വന്നിരിക്കുന്നത്. ഇവിടത്തെയൊക്കെ അന്നൊക്കെ മെയിൻ വാഹനം എന്ന് പറഞ്ഞ ജീപ്പാണ് ഈ ഭാഗത്തൊക്കെ. അതൊക്കെ മാറി ഇപ്പോൾ ജീപ്പൊന്നും കാണാനേ ഇല്ല. ഈ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് നിറയെ ജീപ്പായിരുന്നു കാണാൻ കിട്ടുക. അടുത്ത ടൗണ് നമ്മളിത് കൂരാച്ചുണ്ടാണ് കേട്ടോ. കൂരാച്ചുണ്ടിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റി ശരിക്കും അവിടെ നല്ലൊരു പെർസെൻറ്റേജ് ക്രിസ്ത്യൻസ് ആണുള്ളത്. അപ്പോൾ അവരുടെ പള്ളികളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. കൂരാച്ചുണ്ട് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. കൂരാച്ചുണ്ട് പഴയ മാതിരി തന്നെ തിരക്കുകൾക്ക് കൂരാച്ചുണ്ട് അങ്ങാടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെയൊക്കെ ബ്ലോക്കുകളാണ് ശരിക്കും. എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു ബസ്സിന് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൗണാണ് ശരിക്കും ഈ കൂരാച്ചുണ്ട്. നമുക്കിവിടുന്ന് ഇനി റൈറ്റ്ലി കട്ട് ചെയ്തിട്ട് വേണം കല്ലാനോടേക്ക് എത്താൻ. കല്ലാനോട് വഴി കൂരാച്ചുണ്ട്. ഇവിടെയൊക്കെ പാർട്ടി സമ്മേളനം നടക്കുന്നതിൻ്റെ ബോർഡ് കാണാം. റോഡിലേക്ക് കയറി നിൽക്കുന്നുണ്ട് ബോർഡുകളൊക്കെ. ആകെ ഇടുങ്ങിയ റോഡുകളാണ്. അവിടെ ഒരു ഭാഗത്ത് ഓട്ടോകളുടെ പാർക്കിംഗ് കാണാം. ഇതൊരു ഹോളിഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ അങ്ങാടിയിലൊക്കെ ഇത്രയും ഒരു തിരക്ക് കാണാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് കൂരാച്ചുണ്ട് അങ്ങാടി. നേരെ മുന്നിൽ ഇതാ ഒരു ക്രിസ്ത്യൻ പള്ളി കാണാം നമുക്ക്. കലാപരിപാടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ കല്ലാനോട് എത്താനായി കേട്ടോ. കല്ലാനോട് സ്കൂൾ ഇവിടെയാണ് വിപിനും ഗീതും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ കല്ലാനോട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഒരുപാട് കുട്ടികൾക്കൊരു ആശ്വാസം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആശ്വാസമാണ് ഈ ഗ്രൗണ്ട്. ഇപ്പോഴും അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തോന്നുന്നു. ഇവിടുന്ന് മുകളിലേക്കുള്ള റോഡാണ് സ്കൂൾ റോഡ്. ഇതാണ് കല്ലാനോട് അങ്ങാടി. ശരിക്കും കല്ലാനോടിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ വിപിൻ പഠിക്കുമ്പോൾ 3-4 കടകൾ ഉണ്ടായിരുന്നിടത്ത് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക്. അത്യാവശ്യം നല്ല തിരക്കുള്ള മാതിരി ഒരു ടൗൺ തന്നെയാക്കി മാറ്റി കല്ലാനോട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. എല്ലാ സാധനങ്ങളും അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന സ്ഥിതി വന്നു. കക്കയത്തിൻ്റെയൊക്കെ ബോർഡുകളൊക്കെ സൈൻ ബോർഡൊക്കെ കാണാൻ തുടങ്ങി. ഇവിടുന്ന് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു 1/2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എത്ര യാത്ര ചെയ്താലും മടുപ്പ് വരാത്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇതൊരു റിസർവോയർ കാണാം. പെരുവണ്ണാമൂഴി ഡാമിൻ്റെ ആ കാച്ച്മെൻറ്റ് ഏരിയ ആണ് ഇവിടെയൊക്കെ. മുന്നിലത് വലിയൊരു കെട്ടിടം. ഇതൊക്കെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന കെട്ടിടം. ഇവിടെ ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണിത്. അതൊരു ടൂറിസ്റ്റ് ഹോമാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, ഈഡൻ ടൂറിസ്റ്റ് ഹോം. അത്ര വലിയ ആഡംബരം എന്നൊന്നും പറയാനില്ലെങ്കിലും നമുക്കൊരു ദിവസം ഹാൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു നാട്ടിൻപുറത്തെ നല്ല എല്ലാ വൈബും ഉള്ള നല്ലൊരു സ്ഥലം. അപ്പോൾ അവിടെ അതിൻ്റെ താഴെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ടോപ്പിൽ ഒരു കാലി സ്ഥലമുണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ പാട്ട് ഡാൻസൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളെ ലഗേജുകളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് നമ്മളിവിടെ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കരിയാത്തമ്പാറ കക്കയെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര സൗകര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഒരു ഡബിൾ ബെഡ് ഇവിടെ കാണാം, ടേബിൾ ഉണ്ട്, 2 ഉണ്ട്, പിന്നെ AC ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേരുണ്ടല്ലോ. ഒരു ടോയ്ലറ്റ് ഒന്ന് നോക്കിക്കോളൂ, എന്താ സ്ഥിതി നോക്കാമല്ലോ. വൃത്തിയുള്ളൊരു ടോയ്ലറ്റ്, ഒരു ടവൽ വെച്ചിരിക്കുന്നു, ഒടോണിൽ വെച്ചിരിക്കുന്നു, സോപ്പ്, ചീർപ്പ്, കണ്ണാടി ഉണ്ട്. സോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, സോപ്പ് ഉണ്ട്.
പിന്നെ കുഴപ്പമില്ലാത്ത റൂം. കാരണം നമ്മൾ മറ്റ് റിസോർട്ടുകളോ അല്ലെ മറ്റു നാട്ടിലോ അല്ലെ സിറ്റികളിൽ കിട്ടുന്ന ആ ഫെസിലിറ്റി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇത്രയുള്ള സ്ഥലത്തേക്ക് ഏകദേശം ഇത് ആപ്റ്റാണ് ശരിക്കും. TV ഉണ്ട്, AC ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയുള്ള ഈ ഏതൻ ടൂറിസ്റ്റ് ഹോമിലുള്ളത് ഇവിടെ 5 AC റൂമും 2-3 നോൺ AC റൂമാണ് ഉള്ളത്. അതിൽ 5 AC റൂം നമ്മൾ ബുക്ക് ചെയ്തു. അതിപ്പോൾ തികയാത്തതുകൊണ്ട് ഒരു നോൺ AC എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒരു റൂമിൽ 3 ആൾക്ക് വരെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളായിട്ട് ഉള്ള സഹകരിച്ചുകൊണ്ട് ഒരു 4 ആളും 2 കുട്ടികളും എന്നൊക്കെ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് എക്സ്ട്രാ കാശൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നല്ലൊരു മാനേജ്മെൻറ്റ്, നല്ല സഹകരണം, നല്ല എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തോണിക്കടവിലേക്ക് പോകണം. അപ്പോൾ അതിന് ഇപ്പോൾ ഇത്രയും നേരത്തെ യാത്ര കഴിഞ്ഞ് നമ്മുടെ ടീമിലുള്ളവരൊക്കെ വനിതകളൊക്കെ അത്യാവശ്യം കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവരൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി എടുക്കണം. ഇത് കണ്ടില്ലേ, എല്ലാവരും ഒരുക്കങ്ങളിലാണ്. ഇനിയിപ്പം തോണിക്കടവ് കൂടിയേ നമുക്കിവിടെ കാണാനുള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ തിരക്കുണ്ടാക്കുന്നില്ല നമ്മൾ. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ തോണിക്കടവിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പരദൂഷണോ കുശലം പറച്ചിലും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ പാച്ച് വർക്കൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പ് ഒക്കെ പോയത്. പിന്നെ എൻ്റെ എല്ലാം കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കാണാം. എനിക്ക് സമയത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ആ സമയം നിങ്ങളായിട്ട് നികത്തി തരണം കേട്ടോ. സോനേൻ്റെ ഫ്രണ്ട്സിനോടാട്ടോ ഇത്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തോണിക്കടവ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെരുവണ്ണാമൊഴി ഡാമിൻ്റെ റിസർവോയറാണ്. ഈ റിസർവോയറിലേക്ക് വെള്ളം എത്തുന്നത് കക്കയം ഡാമിലെ കക്കയം പവർ ഹൗസിൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇവിടേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആളുകളാട്ടോ. എൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ കാണാം. അടിപൊളി സീനാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കാണിക്കാം. എൻ്റെ കൂടെയുള്ള കുറേ ആളുകളൊക്കെ കയറി. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് കുട്ടികൾക്ക് 10 രൂപ, വലിയവർക്ക് 30 രൂപ, പിന്നെ സീനിയർ സിറ്റിസന് 15 രൂപ. ഇതാണ് ടിക്കറ്റ് ചാർജ്. തോണിക്കടവിൽ നമ്മൾ കാണാനുള്ള ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കേട്ടോ. ബാക്കിൽ ഇതാ വലിയ മലകളൊക്കെ കാണാം നമുക്ക്. അവിടെയൊക്കെ കോടകളൊക്കെ നിറഞ്ഞുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ, കോടകൾ നിറയുന്നൊരു സമയമാണ് ഇത്. ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ്. ഈ പുതിയ കപ്പിൾസൊക്കെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന സ്ഥലമാണിത്. അതിന് പ്രത്യേക ചാർജ് ഉണ്ട് കേട്ടോ. വീഡിയോ ഷൂട്ടിങ്ങിന് 1000 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല സ്ഥലം. വൈകുന്നേരങ്ങൾ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം. നമ്മുടെ ടീം ഇതാ വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. അവരിതൊക്കെ റെഡി ആയിക്കൊണ്ട് വെള്ളത്തിലിറങ്ങുകയാണ്. എല്ലാവരെയും റെഡിയാക്കി നിർത്തിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. പക്ഷേ ഞാനത് വീഡിയോയിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ വേറെ ആളുകളുണ്ട്. അടിപൊളി ലൊക്കേഷനാണ്, അടിപൊളി, വേണ്ട മാതിരി. ഇതാണ് നമ്മുടെ ടീം. ഇതിൽ കുറേ പ്രായമുള്ള ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും വെള്ളത്തിലുണ്ട്. നല്ല ഫോട്ടോഗ്രാഫിയാണ്, നല്ല കണ്ടില്ലേ, അടിപൊളി സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇതിനനുസരിച്ചുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ഇനിയും ആളുകൾ ഇവിടെ, കൂടുതൽ ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കാം നമുക്ക്. അത്രയും മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഞങ്ങളിത് ഇന്ന് ഈ ഒരു സ്ഥലം കൂടി കഴിഞ്ഞാൽ ഇന്നിവിടെ ഹാൾട്ട് പറഞ്ഞില്ലേ, റൂമിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഏർപ്പാടാക്കാനുള്ള സ്ഥലം ഉണ്ടാവും നോക്കിയപ്പോൾ അതിവിടെ ഇല്ല. അതിന് പകരം അതിൻ്റെ മുകളിൽ ഒരു കാലി സ്ഥലമുണ്ട് നമ്മളെ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് വൈകുന്നേരം അടിച്ച് പൊളിയാണ് ഇനി ബാക്കി കാര്യങ്ങൾ. ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ ഏർപ്പാടാക്കി കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ഇവിടെ കാണാം, ചിക്കൻ കാണാം, കപ്പ ബിരിയാണി കാണാം, നെയ്ച്ചോറുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ്, ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. വിഭവസമൃദ്ധമായ ഡിന്നർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ കരുതി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് കുറെ ഫണ്ണി ഗെയിമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇയാളാണ് കേട്ടോ നമ്മളെ ടീം ക്യാപ്റ്റൻ. 4 പീസ് കിട്ടി, 4 അല്ല. ആഫ്റ്റർ ഡിന്നർ നമ്മൾ ഈ ഫണ്ണി ഗെയിമിലേക്ക് കടന്നു കിട്ടോ. ഇപ്പം ഭാര്യനെ ഏറ്റവും കൂടുതൽ നേരം പൊക്കി പിടിക്കുന്ന ഭർത്താവിന് പ്രൈസ് ഉണ്ട്. അതിനു വേണ്ടി തൻ്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം.
മെലിഞ്ഞ ഭാര്യനെ കിട്ടിയവരൊക്കെ ഏകദേശം രക്ഷപ്പെടും. അപ്പോൾ ആ കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ണ് കെട്ടി കൈവിരലുകൾ തൊട്ടു നോക്കി ഭാര്യയെ കണ്ടുപിടിക്കുന്ന ഒരു മത്സരമാണ് നടക്കുന്നത്. പലരും ഇതിൽ പരാജയപ്പെട്ടത് നമുക്ക് കാണാം. സ്വന്തം ഭാര്യയുടെ കൈവിരൽ പോലും മനസ്സിലാക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാർ ഇതിലുണ്ട്. സ്വന്തം ഭർത്താവിന് 4 ദിവസത്തെ പരിചയമുള്ളൂ. 4 ദിവസത്തെ പരിചയം കൊണ്ട് സ്വന്തം ഭർത്താവിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇവിടെ. വായ തുറക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. മോർണിംഗ്. അപ്പോൾ നമ്മളെ നൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ പാട്ട് ഡാൻസൊക്കെ ആയിട്ട്. അപ്പം ഉറങ്ങാൻ ലേറ്റായി. എന്നാലും നേരത്തെ എണീറ്റ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഒരു 9 മണിയാകുമ്പോൾ ഡാമിലേക്ക് തിരിക്കും. ഇവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഊട്ടി നമ്മളെ പോയിട്ട് അവിടെ പുറത്തേക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരി ക്ലൈമറ്റാണ് കേട്ടോ. നോക്കാം നമുക്ക് ഇതൊക്കെ ഫുള്ളി ഫോഗൊക്കെ വന്ന് ഇലകളും ഇതൊക്കെ നനഞ്ഞെടുക്കുകയാണ്. ശരിക്കും ആ മഞ്ഞിൽ നനഞ്ഞതാണ്. മഴയൊന്നും ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഞങ്ങൾ ഒന്ന് ബാക്കി ആൾക്കാരുടെ ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ. ഇതാണ് ഏതൻ ഹോട്ടലിന്റെ റെസ്റ്റോറന്റ് ഏരിയ. നമ്മൾ ഇവിടെ ഒരുപാട് പബ്ലിക് ഒന്നും വന്നിട്ട് ഫുഡ് കഴിക്കുന്നവരൊന്നും കാണുന്നില്ല. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളേ ഉള്ളൂ. നമ്മളെ കൂടാതെ അവിടെ വേറൊരു ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നില്ല. അവരാണ് അവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറയണം ഫുഡിന്റെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറയണം. നമ്മൾ പൊറോട്ടയും കറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കൊക്കെ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം അതിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവർക്ക്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്ര ആൾക്കുള്ള ഫുഡ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ എന്തായാലും ഇത്രയുള്ള സ്ഥലങ്ങളിൽ അത് ആവശ്യമാണ്. ഇവരുടെ പ്ലേറ്റ് കിട്ടാത്ത ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഏതൻ ടൂറിസ്റ്റ് ഹോമിനോട് യാത്ര പറയുകയാണ്. നല്ല ടൂറിസ്റ്റ് ഹോമാണ്. ഒരാൾക്കല്ല, എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ ഇവിടെ താമസിക്കണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കക്കയത്തേക്ക്, ഇപ്പോൾ കരിയാത്തമ്പാറയിൽ നിന്ന് കക്കയത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഡാമിലേക്കും. ഇനി അത്രയാണ് നമ്മളെ യാത്ര. കരിയാത്തമ്പാറ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഡാം തുറക്കുമ്പം അതിൻ്റെ സ്പിൽവേ വാട്ടർ വരുന്ന സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെയൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കവിടെ പഴയ ടെലിഫോൺ എക്സ്ചേഞ്ച് കാണാം. അങ്ങനെ നമ്മൾ കക്കയത്തേക്ക് യാത്ര ചെയ്ത് ഇപ്പോൾ ഏകദേശം കക്ക എത്താനായിട്ട് നമ്മൾ കക്കയൊക്കെ ഇതേമാതിരി ഗ്രീനറി കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരിക്കും. നമ്മളെ ഫ്രണ്ടിൻ്റെ വീടാണ് നേരെ മുന്നിൽ കാണുന്നത്, രാജൻ. ഇപ്പം ഡാമിൽ ഡ്യൂട്ടി ഉള്ള ആളാണ് രാജൻ. അവൻ്റെ വീടാണ് ഇപ്പോൾ കഴിഞ്ഞ്. ഇനി ഇവിടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം ഈ മെയിൻ പവർ ഹൗസിൽ നിന്ന് ജനറേഷൻ കഴിഞ്ഞ് പോകുന്ന വെള്ളത്തിൽ നിന്ന് ആ വെള്ളം കൊണ്ട് സപ്ലൈ ഉണ്ടാക്കുന്ന വേറൊരു പവർ ഹൗസ് ഇവിടെ നമുക്ക് താഴെ കാണാം. അതാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത് കേട്ടോ. അതൊക്കെ ഞാനിവിടെ ഉള്ള സമയത്ത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കമ്മീഷൻ ചെയ്തിട്ട് ഒരു 10 വർഷമൊക്കെ ആയി കാണും. അപ്പോൾ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കക്കയ അങ്ങാടിയിലേക്കാണ്. ശരിക്കും ഈ കക്കയ അങ്ങാടി വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. കാര്യം ഇവിടെ വേറെ പുതിയ ആളുകളൊന്നും വരാനില്ല. വല്ലപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവരൊന്നും ഇവിടുന്ന് ഫുഡ് കഴിക്കുക അല്ല ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നൊന്നും ഇല്ല. അതുകൊണ്ട് വലിയൊരു മാറ്റം കക്കയ അങ്ങാടിക്കില്ല. സ്ഥിരം കാണുന്ന മുഖങ്ങൾക്ക് പുറമെ വല്ലപ്പോഴും എത്തുന്ന ഇതേമാതിരിയുള്ള ടൂറിസ്റ്റുകളേ ഉള്ളൂ. അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചെങ്കിൽ അതിനുള്ളൊരു ഹോട്ടൽ PT ഹോട്ടൽ, പഴയ ഹോട്ടലാണ്. ഇവിടെ വേറെ പുതിയ എന്തൊക്കെയോ നിർമ്മാണങ്ങൾ ഇതാ ഒരു കുറേ സോളാർ പാനലൊക്കെ വെച്ചൊരു സ്ഥലം കാണാം. അപ്പോൾ നമ്മൾ കക്കയ അങ്ങാടിയിൽ നിർത്തിയില്ല, നമ്മൾ നേരെ പോയി. പിന്നെ പറയാനുള്ളത്, ഡാമിൽ കുറേ സമയങ്ങളൊക്കെ നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഡാമിൽ ഈ കക്കയ അങ്ങാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുഡും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കുറേ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഫുഡ് വെള്ളമൊക്കെ കരുതിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അങ്ങനെ മനോഹരമായ ആ ചുരം റോഡിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ പവർ ഹൗസ് കാണാമായിരുന്നു. അതിപ്പോൾ ഒക്കെ കൂടി കാട്ടിനുള്ളിലാണ്. എന്തായാലും മനോഹരമായ വഴികൾ, നല്ല തണുപ്പും എല്ലുള്ള നീരുറവകളൊക്കെ ഇങ്ങനെ കാണാം, പല വഴിക്കായിട്ട് കാണാം. കക്കയം ഡാമിലേക്ക് പോകുന്ന ആ റോഡിൻ്റെ ഒരു ഓരത്തായിട്ട് ഇതേമാതിരി ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം കത്തി ടിക്കറ്റാണ്. എന്താ അതിൻ്റെ കാര്യം എന്ന് അറിയുന്നില്ല. കാരണം മുകളിൽ KICBയുടെ ഒരു ഡാമാണുള്ളത്. അതിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലം ഫോറസ്റ്റിൻ്റെയാണ്. പക്ഷേ അവിടേക്കൊന്നും ആരും പോകുന്നില്ല, കാണുന്നില്ല. പക്ഷേ ഇതൊരു ബിസിനസ്സായിട്ട് അത്യാവശ്യം കാശുണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഫോറസ്റ്റ് അതിൽ നിന്ന് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് അടിപൊളി വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം സൂക്ഷിച്ച് പോകണം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു 1 വേ റോഡേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ തന്നെ 1 വേ അല്ല, 2 വേ തന്നെയാണ്. പക്ഷേ ഒരു വണ്ടി കടന്നു പോകാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ താഴേക്കൊക്കെ അഗാധമായ കൊക്കയാണ്, സൂക്ഷിച്ച് കണ്ട് യാത്ര ചെയ്യണം. ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ തന്നെ താഴേക്ക് തീരെ റോഡില്ല. അപ്പോൾ അതേമാതിരി നോക്കിയിട്ട് സൂക്ഷിച്ച് പോകണം. നല്ല അടിപൊളി ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഓക്കെ, താഴെ ഇതാ കോടയൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്, മലകൾ കാണാം നമുക്ക്. അതിൻ്റെ താഴെയായിട്ട് സെൻട്രലായിട്ടാണ് ശരിക്കും കക്കയോ അങ്ങാടി വരുന്നത്. അത് നമുക്കിപ്പോൾ ഇത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല കക്കയോ അങ്ങാടി. അപ്പം ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഡാമിലേക്ക്. ഡാമിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് എത്തിയ ഒരു വളവാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ ഒക്കെ കുറേ നിർദ്ദേശങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും ഇതൊന്നും അവിടെ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കരുത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് KICBയുടെ ഡാമിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. ഇനി ഡാമിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കണം ഇവിടെ നമുക്ക്. ഇത് അഡൽട്ട്സ് 20 റുപ്യ, കിഡ്സ് 10 റുപ്യ ഉള്ളൂ, വലിയ ചാർജൊന്നുമില്ല. പിന്നെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ ട്രാവലർ ആണെങ്കിൽ ഒരു 50 രൂപ. അതൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പ്ലേ ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വലിയ കാര്യങ്ങളില്ല. നമ്മളിവിടെ കാണേണ്ടത് ഡാം, അതിൻ്റെ അടുത്തുള്ള പ്രകൃതി സൗന്ദര്യമാണ്. ഈ ജീപ്പ് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഇറങ്ങുന്നവർക്ക് ഡാമിലേക്ക് പോകാൻ ഈ ജീപ്പ് വിളിക്കട്ടോ. അതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിലൊരു 7 ആൾക്ക് വരെ പോവാം. പിന്നെ അത് ഡാമിലേക്ക് ഇവിടെ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. വേണമെങ്കിൽ ജീപ്പ് ചൂസ് ചെയ്താൽ മതി. നല്ല വെയിലൊക്കെ ഉണ്ട്, അല്ലെ മഴ ഉണ്ടെങ്കിലൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഈ ഡാമിൽ കൂടി നമുക്ക് സ്പീഡ് ബോട്ടുണ്ട്, അതിൽ നമുക്ക് സഞ്ചരിക്കാം. അതിന് 1000 രൂപയാണ് ഒരു ട്രിപ്പ് ചാർജ്. 5 പേർക്ക് പോകാം. അപ്പോൾ ഒരു 200 രൂപ ഒരാൾക്ക് വരും. അതിന് 4 ആളാണെങ്കിലും ചാർജ് സെയിമാണ്, 1000 രൂപ തന്നെ വരും. അപ്പം ഇത് കണ്ടില്ലേ, ഇവിടെ കുരങ്ങന്മാർ വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് ശരിക്കും മിററൊക്കെ അയച്ചു കൊണ്ടുപോയിക്കാളും നോക്കിയിട്ടില്ലെങ്കിലും. അപ്പോൾ അവറ്റകൾക്കുള്ള സ്ഥലമാണ് ഈ ഏരിയ. പാർക്കിംഗ് ഏരിയയിലൊക്കെ അവരെ കാണാം. നമ്മളെ കയ്യിൽ ഫുഡ് എന്തുണ്ടെങ്കിൽ അതൊക്കെ അവർ തട്ടിപ്പറിച്ച് ഓടും. അപ്പോൾ ഇവിടെ എത്തുന്നവരൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെയാണ് നമ്മളുടെ ഡാമിൻ്റെ ഡ്യൂട്ടിക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിൻ്റെ അകത്ത് കയറിയതാണ്. ശരിക്കും നമ്മുടെ ഫ്രണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡാമിൻ്റെ. ഇനി ഞാൻ ഡാമിലേക്കൊന്ന് പോയി നോക്കട്ടെ. ഡാമിലൊരു സ്പീഡ് ബോട്ട് സർവീസ് നടത്തുന്നത് കാണാം. പിന്നെ എന്ത് രസമുള്ള സ്ഥലം അല്ലേ, അടിപൊളി വൈബ്. ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഡെയിലി വന്ന് പോകുന്ന ആളാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്ര സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയില്ല. അടിപൊളി നല്ല സ്പീഡ് ബോട്ട്, നല്ല ഒരു കുറേ ഏരിയ കവർ ചെയ്ത് കൊണ്ടുവരും കേട്ടോ. 1000 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ സ്പീഡ് ബോട്ട് എടുത്തില്ല, കാര്യം ഞങ്ങൾ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരു 6 ട്രിപ്പ് പോലെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അത് എടുത്തില്ല. നമ്മൾ ഡാമിലേക്ക് ഇവിടുന്ന് വണ്ടി ഏർപ്പാടാക്കിയിട്ട് പോവുകയാണ്. വണ്ടിയിൽ 6 ആള് 7 ആളൊക്കെ പരമാവധി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് 250 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരക്കുഴിയിൽ നിർത്തിയിട്ട് ഒരക്കുഴി കണ്ട് തിരിച്ചു വരുമ്പോൾ അവർ വേറെ വണ്ടിയിൽ നമ്മളവിടെ കൊണ്ടാക്കും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ് 250 പറഞ്ഞിരിക്കുന്നത്. ഒരു ജീപ്പിന്റെ ചാർജാണ്. ശരിക്കും ഒരക്കുഴി ഭാഗത്തേക്ക് അത്ര ദൂരമൊന്നുമില്ല എന്ന് പറഞ്ഞില്ല ഞാൻ. നമുക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. സൈഡ് ചെടികളൊക്കെ ആയതുകൊണ്ട് വലിയ വെയിലും ഉണ്ടാവില്ല. മഴ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. പിന്നെ ഞങ്ങളിത് വണ്ടി എന്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മഴ സീസൺ ആണല്ലോ ഇത്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ 2 റോഡിൻ്റെ മുകളിൽ കൂടി അട്ടയുണ്ടാവും. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ നടക്കുമ്പോഴേക്ക് എന്തായാലും അട്ട കയറും. അപ്പോൾ അട്ടയെന്നുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി വിളിച്ചിരിക്കുന്നത്. കക്കയം ഡാമിൻ്റെ അടുത്ത് ഏറ്റവും അട്രാക്റ്റീവായ ഒരു സ്ഥലമാണ് ഉരക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഉരക്കുഴിയിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ ജീപ്പിൽ ഇവിടെ ഇറങ്ങി, ഉരക്കുഴി ഇറങ്ങി. ഇനിയിപ്പോൾ അവിടേക്ക് ഈ സ്ഥലത്തൂടെ ഒന്നും വണ്ടി വരില്ല. അപ്പോൾ അവിടേക്ക് നമുക്ക് നടന്ന് തന്നെ പോകണം. അപ്പോൾ ഇതേമാതിരി ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു റൂബിൾ മേസൺറി ഒക്കെ വർക്ക് നടന്ന ഒരു സ്ഥലമാണ്. വലിയ കുഴപ്പമില്ല, നടന്നു പോവാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ, മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഈ കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടിയും പുല്ലിൽ കൂടിയും ഒക്കെ അട്ടകളുണ്ടാവും. അട്ട നമ്മളറിയില്ല നമ്മളെ മേക്ക് കയറുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അട്ട ഉണ്ടാവും. അട്ടേൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അട്ട കയറി കഴിഞ്ഞാൽ ഉപ്പ് വെച്ചാൽ അട്ട അപ്പം വീഴും.
നമ്മളെടുത്ത് ഇപ്പോൾ ഉള്ള സാനിറ്റൈസറാ. അപ്പൊ നമ്മൾ എന്തായാലും ഉരക്കുഴിയിലേക്ക്. ഓക്കെ, ഇതാ നമ്മളെ ടീംസ് ഇതാ വന്നോണ്ടിരിക്കുന്നതാ. ഇതാ നമ്മളെ ടീം ഇതാ കുറെ ആൾക്കാർ ഇതാ ബാക്കിൽ വരുന്നത്. ഇതാ അവിടെ ഒരു ടീം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു വലിയ വലിയ ചെലവൊന്നും ഇല്ലാതെ ഒരു കുറച്ച് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ ഒരു 1 ഡേ ട്രിപ്പ്. ഞങ്ങളിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആൾട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ഒരു ടൈറ്റ് ഷെഡ്യൂളൊന്നും അല്ലാത്ത വിധത്തിൽ ഏർപ്പാടാക്കിയതാണിത്. അതുകൊണ്ട് ഹോട്ടലിൻ്റെ ഒരു റേറ്റ് ഇതിൽ കൂടുതൽ വരും. അതല്ലെങ്കിൽ രാവിലെ നേരത്തെ എത്തി കക്കയൊക്കെ എൻജോയ് ചെയ്ത് കക്കയത്ത് നിന്ന് തോണിപ്പാറ പോകാം, തോണിക്കടവ് അതിൻ്റെ അടുത്ത പാർക്ക് പോകാം. ഒരൊറ്റ ദിവസത്തെ പരിപാടി കൊണ്ട് തീർക്കാം. പക്ഷേ അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ഇല്ലാതെ നമ്മൾ തലേന്ന് വന്നിട്ട് തോണിക്കടവ് പോയി അതിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കിലേക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് ഇത് ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കറങ്ങിയോണ്ട് പറയുന്നതാണ്, അവിടെയുള്ള ടൂറിസത്തിന് ആ ഒരു സർക്കാരോ അല്ലെ ആ ഒരു നാടോ കൊടുക്കുന്ന ഒരു ഇവിടുന്ന് താഴേക്ക് നോക്കി നടന്നില്ലേ ഭയങ്കര ബെസ്റ്റാട്ടോ. കല്ലിങ്ങനെ പാകിയതുകൊണ്ട് ഇതുണ്ടല്ലേ, ഇത് ബാക്കിലേക്ക് കല്ലിങ്ങനെ പാകിയ ആ ഒരു സ്ഥലത്തൂടെ നടക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു ടൂറിസം പ്രൊമോഷൻ നമ്മുടെ നാട്ടിൽ 100% നടക്കുന്നുണ്ടോ നോക്കണം. അതൊരു രാഷ്ട്രീയമായിട്ടോ അല്ലെ ആരെയും വിമർശിക്കാനോ പറയുന്നതല്ല. നമുക്ക് നല്ലൊരു ടൂറിസം വരുമാനം ഇവിടെ കൊണ്ടുവരാം. വിദേശികളെ ആയിക്കൊള്ളണമെന്നില്ല, നമ്മളെ ഒരു ഡൊമസ്റ്റിക് ടൂറിസം തന്നെ നമുക്ക് ഇവിടെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് പറ്റിയ നല്ല സ്ഥലങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ ഇത് പറഞ്ഞ മാതിരി കക്കയം, പെരുവണ്ണാമൊഴി, ഇപ്പോൾ പറഞ്ഞ തോണിക്കുഴി എന്നുള്ള പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൽ ഏറ്റവും കാണാനുള്ളത് ഇവിടുന്ന് ഒരു ഡീപ്പായ സ്ഥലത്തേക്ക് വെള്ളം ചാടുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പിലേക്ക് ആരെങ്കിലും കടന്നാൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വെള്ളപ്പൊക്കത്തിൽ പോയാൽ അവരെ തിരയണ്ടെന്നുള്ളതാണ്. കാരണം അവരുടെ ബോഡി പോലും നമുക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഉരക്കുഴി. അപ്പോൾ അവിടേക്കാണ് നമ്മളെ ഫ്രണ്ട്സ് ഇവരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഇങ്ങനെ കുറേ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് വലിയ പ്രശ്നമില്ലാത്ത വിധത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഭയങ്കര സൗണ്ടാട്ടോ, വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര സൗണ്ടാണ്. വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ, പക്ഷെ ഇപ്പം ഇല്ല, നമ്മൾ താഴേക്ക് എന്തായാലും പോയില്ല. കാരണം അത്രയും ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ട് അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോറി കേട്ടോ, ഇത് ഇങ്ങനെ ഇത് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പാലൊക്കെ തകർന്നു പോയിട്ടുണ്ട്, കല്ല് വന്ന് അടിച്ച്. കാരണം അത്രയും ഹൈറ്റിൽ ഡാമിൽ വെള്ളം നിറയുന്ന സമയത്ത് അത്രയും ഹൈറ്റിൽ വെള്ളവും കല്ലും വന്ന് അടിച്ച് പോയ സ്ഥലമാണ് ഇതൊക്കെ. അതുകൊണ്ട് അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിന്നില്ല. അടിപൊളി. ഈ കല്ലൊക്കെ കയറി ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് താഴേക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഉരക്കുഴിയുടെ ആ വെള്ളച്ചാട്ടമുള്ള കേട്ടോ. ഞാൻ കാണിക്കാം. അപ്പോൾ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇതേമാതിരി കൽക്കുടക്കോട് താഴേക്ക് പതിച്ചിട്ട്, കാരണം ഇതിൻ്റെ താഴേക്ക് പോകുന്ന വഴികളൊക്കെ മൊത്തം പാറകളാണ്. ഈ പാറയെ കൂടി പതിച്ചിട്ടാണ് നമ്മൾ താഴേക്ക് എത്തുന്നത്. ഈ താഴേക്ക് എത്തുന്ന ഈ വെള്ളമാണ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ പോയിരിക്കുന്ന ആ തോണിക്കടവ് ആ റിസോർട്ടിൽ ആ എന്താണ് പറയുക റിസർവോയറിലേക്ക് എത്തുന്നത്. വലിയ മലകളാണ് കേട്ടോ അതിന് ചുറ്റും. ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി തേച്ച് മിനിക്കാൽ വളരെ ടൂറിസത്തിന് അനുകൂലമായ സ്ഥലങ്ങൾ, ഇത്തരം സ്ഥലങ്ങൾ കാണാൻ വിദേശികൾ വരെ എത്തുന്ന സ്ഥലമാണ്. കാരണം വിദേശികൾക്കൊക്കെ വേണ്ടത് പ്രകൃതി ഭംഗിയാണ്, അല്ലാണ്ട് കോൺക്രീറ്റ് മന്ദിരങ്ങളല്ല ശരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ടൂറിസത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ അനുകൂലമായ ഭഗവാന്റെ കൃപയുള്ള ഒരു സ്ഥലമാണ് നമ്മളെ കേരളം. അപ്പോൾ ഈ ഉരക്കുഴിയിലുള്ള നമ്മളൊരു ഫാമിലി ട്രിപ്പ്, ഞാൻ ഒഴിച്ചുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാട്ടോ ഇത്. അടിപൊളി. ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം, കേട്ടിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. നിങ്ങൾ വന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് വീണ് ചാടി ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴിയാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഉരഞ്ഞുരഞ്ഞുണ്ടായ കുഴിയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതല്ല, പാറയിൽ കുഴികളുണ്ട്, വെള്ളം ചെടികളുടെ.
600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴുന്നു. സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ 2500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വന്ന പാറയുടെ അടി കൂടിയാണ് പോകുന്നത് കുറേ ഭാഗം. അതുകൊണ്ടാണ് പറയുന്നത് വേനൽക്കാലത്തോ മഴക്കാലത്തോ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി അബദ്ധവശത്തായിട്ട് പോയ ആൾ പോയി ബാക്കിയുള്ളവർ വീട്ടിലേക്ക് പൊക്കൂല. കർമ്മങ്ങളൊക്കെ വീട്ടിൽ ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല. കേരളത്തിലെ ഏക തെരച്ചില്ലാത്ത സ്ഥലം എന്ന് പറയാനുള്ള കാരണം അതാണ്. പാറേന്റെ അടി കൂടെ പോകുന്നതുകൊണ്ട് ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ ഗാർഡ് എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു സുഹൃത്താണ്. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ആ പൊളിഞ്ഞു പോയ പാലത്തിന് പകരം അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വരാനുള്ള ഒരു പരിപാടി, അതിൻ്റെ ഒരു ആസൂത്രണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ വരുമ്പോൾ അവിടേക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ പ്രാരംഭ ചർച്ചകളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരക്കുഴി വെള്ളച്ചാട്ടം നേരിട്ട് താഴേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റും. കാരണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുകളിൽ കൂടിയാണ് ബ്രിഡ്ജ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉരക്കുഴിയിലുള്ള ഒരു കുടിവെള്ള സ്രോതസ്സാണ് കേട്ടോ ഇത്. കാട്ടിൻ്റെ എവിടുന്നോ ഉറവയായിട്ട് വരുന്ന വെള്ളമാണ്. നല്ല തണുപ്പുള്ള ശുദ്ധജലമാണ്. പലരും ഇവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ച് അത് കുടിക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഉരക്കുഴിയൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ സമയമാണ്. നമ്മുടെ ടീമുകൾ ഇവിടെ ഉല്ലസിച്ച് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ നമ്മൾ ഇവിടുന്ന് പോകും. ഇനി ഡാമിൻ്റെ പരിസരത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ തന്നെ ഒരു ജീപ്പ് ഇറങ്ങി ഇങ്ങോട്ട് ഉരക്കുഴിയിലേക്കാണ് വന്നത്. ഇതാണ് കേട്ടോ കാണേണ്ട പ്രകൃതി ഭംഗി കനിഞ്ഞരുളിയ ആ ഡാമിൻ്റെ പരിസരമാണിത്. ഡാമിൻ്റെ അപ്പുറം കാണാം, നമുക്ക് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം. ഇതാണ് സ്പിൽവേ സൈഡാണ്. നിങ്ങളെല്ലാവരും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. അപ്പം നമ്മളെ കക്കയം ടൂറ് ഇവിടെ ഫിനിഷാവുകയാണ്. ശരിക്കും ഇവിടെ എത്തി നമ്മളെല്ലാം കറങ്ങി വന്ന ശേഷം ഇവിടെ ഇപ്പം നല്ല മഴയാട്ടോ. എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം. ഇവിടെ താഴെയൊക്കെ വെള്ളമൊക്കെ കണ്ട നിറച്ച വെള്ളമാണ്. നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് യാത്ര തിരിക്കും. അപ്പോൾ ഇനി നേരെ നാട്ടിലേക്കാണ്. ഒരു വൺ ഡേ ആൻഡ് ഇപ്പോൾ ഒരു നൈറ്റ് ആൾട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഹോട്ടലിൻ്റെ റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. ഒരു ദിവസം നൈറ്റ് ഇവിടെ ആൾട്ട് ചെയ്യാം. ഇവിടെയല്ല, കക്കയം ഡാമിൻ്റെ അടുത്തൊന്നും ആൾട്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. കരിയാത്തമ്പാറ തോണിക്കടവ് ആ ഏരിയയിലൊക്കെ നമുക്ക് ആൾട്ട് ചെയ്യാൻ പറ്റും. നല്ല മഴയാട്ടോ പെയ്യുന്നത്. ഒരു യാതൊരു രക്ഷയില്ല. അത് അപ്പം കുറഞ്ഞു, ലേശം കുറഞ്ഞിപ്പോൾ മഴ കുറഞ്ഞുണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ സൂട്ടായ ഒരു സ്ഥലം, ഒരു ഫാമിലി ട്രിപ്പിനൊക്കെ പറ്റിയ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഏരിയ ആണ് ഇപ്പോൾ കക്കയം. അപ്പോൾ കക്കയം എല്ലാവരും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. അത് വൈൻഡപ്പ് ചെയ്ത് കാരണം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതല്ലേ, ഇപ്പോൾ വന്ന സ്ഥലങ്ങളെ കൂടി തന്നെയല്ലേ തിരിച്ചു പോകുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.